ഹലോ എവരി വൺ. മോഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്ത തിയറി പാർട്ടിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ നോട്ട്ബുക്ക് വാക്ക് ത്രൂസ് ആണ് നമ്മൾ ഈ കുറച്ച് വീഡിയോസിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, അങ്ങനെ പല ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഒരുപാട് പലതരത്തിലുള്ള ലൈബ്രറീസ് ഉണ്ട്. പക്ഷേ ഒരു ബിഗിനറിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കേരാസ് ലൈബ്രറിയാണ്. അപ്പോൾ കേരാസ് ലൈബ്രറി വെച്ച് എങ്ങനെ ഒരു സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, ഒരു ഡേറ്റയിൽ എങ്ങനെ ട്രെയിൻ ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് കാലിഫോർണിയ ഹൗസ് പ്രൈസ് ഡേറ്റ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഒരു റിഗ്രഷൻ ടാസ്ക്കാണ്. നമ്മൾ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൗസിൻ്റെ പല ഇൻഫർമേഷൻസ്, നമ്പർ ഓഫ് ബാത്റൂംസ്, ബെഡ്റൂംസ്, സ്ക്വയർ ഫീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഹൗസിൻ്റെ പ്രൈസും നമുക്ക് ഡേറ്റ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഹൗസിൻ്റെ ഡീറ്റെയിൽസ്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ബേസിക്കലി ഇതൊരു റിഗ്രഷൻ ടാസ്ക്കാണ്. ഇത് നമുക്കൊരു ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കേരാസ് ലൈബ്രറിയിൽ ചെയ്യുക എന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഗൂഗിൾ കൊലാബ് എൻവയോൺമെൻറ്റിലാണ്. ഗൂഗിൾ കൊലാബിൽ ആക്ച്വലി ഈ ഒരു ഡാറ്റ സെറ്റ് ഇതൊരു വെൽ നോൺ ടോയ് ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗൂഗിൾ കൊലാബ് ന്യൂ നോട്ട്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഡാറ്റ സെറ്റ്സ്, പ്രീ ബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ സെറ്റ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഡാറ്റ സെറ്റാണ് കാലിഫോർണിയ ഹൗസ് പ്രൈസിങ്. ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഡാറ്റ സെറ്റിനെ ട്രെയിൻ ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ കൊലാബിൽ പുതിയ നോട്ട്ബുക്ക് എടുത്തു. ഞാനതിൽ ഫസ്റ്റ് ഈ ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻഡാസ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ പാൻഡാസ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ പറയുന്ന രണ്ട് ഫയൽസും ഡാറ്റ ഫ്രെയിമായിട്ട് ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഫയലിൻ്റെ ഈ ഒരു ഇതിൽ പോയിട്ട് ഫയൽ പാത്ത് എനിക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ പാത്ത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ട്രെയിൻ ഡേറ്റയുടെ ഫയൽ പാത്ത് ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇവിടെ റീഡ് CSVക്ക് അകത്ത് ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. അത് കോഡ്സിൻ്റെ അകത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തതാണ്, ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. സെയിം തിങ് ടെസ്റ്റ് ഡേറ്റയ്ക്കും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് ഡേറ്റ .csv എന്ന് പറഞ്ഞ വേറൊരു ഫയലുണ്ട്, കാലിഫോർണിയ ഹൗസിങ്. അവിടെയും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ കോഡ്സിൻ്റെ അകത്ത് ആ ഒരു പാത്ത് പേസ്റ്റ് ചെയ്യുവാണ്. സോ അതിനുശേഷം ഈ സെല്ല് ഞാൻ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് എൻ്റർ ആണ് സെൽ എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്താലും മതി. നമുക്ക് എറേഴ്സ് ഒന്നുമില്ലാതെ ഇത് ഒരു ടിക്ക് മാർക്ക് വരും. ദാറ്റ് മീൻസ് അത് കറക്റ്റായിട്ട് റൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഡാറ്റ സെറ്റിൻ്റെ സൈസിനെ പറ്റി ട്രെയിൻ ഡേറ്റയിലും ടെസ്റ്റ് ഡേറ്റയിലും എത്ര സൈസ്, എത്ര റോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോട്ട് ഷേപ്പ് ഫംഗ്ഷൻ വിളിക്കാം, അല്ലെങ്കിൽ അട്രിബ്യൂട്ട് ആക്സസ് ചെയ്യാം. സോ ഇവിടെ ട്രെയിൻ ഡേറ്റയിൽ അറൗണ്ട് 17,000 റോസ് നമുക്ക് ഉണ്ട്. 9 കോളംസ് ആണുള്ളത്. അതുപോലെ ടെസ്റ്റ് ഡേറ്റയിൽ അറൗണ്ട് 3,000 റോസും 9 കോളംസും ആണുള്ളത്. അപ്പോൾ അറൗണ്ട് നമുക്ക് നോക്കി അറിയാം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15:85 സ്പ്ലിറ്റാണ്, വിച്ച് ഈസ് ഫൈൻ. നമുക്ക് ഈ ട്രെയിൻ ഡേറ്റയുടെ ഒരു പ്രിവ്യൂ എടുത്ത് നോക്കാം. അതിൻ്റെ നമ്പർ ഓഫ് കോളംസിൽ വരുന്ന ഒരു ടിപ്പിക്കൽ വാല്യൂസും. അതിനായിട്ട് നമുക്ക് ട്രെയിൻ df.head ഞാൻ വിളിക്കുകയാണ്. സോ ഇവിടെ നോക്കി അറിയാം, അതിൻ്റെ ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ഹൗസ് മീഡിയൻ ഏജ്, ടോട്ടൽ റൂംസ്, ടോട്ടൽ ബെഡ്റൂംസ്, പോപ്പുലേഷൻ, ഹൗസ് ഹോൾഡ്സ്, മീഡിയൻ ഇൻകം, മീഡിയൻ ഹൗസ് വാല്യൂ, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഐ തിങ്ക് ടോട്ടൽ ബെഡ്റൂംസിൻ്റെ സ്ക്വയർ ഫീറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, സോ 9 കോളംസ് ഉണ്ട്. അതിൽ വരുന്നതെല്ലാം ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ മീഡിയൻ ഹൗസ് വാല്യൂ എന്ന് പറഞ്ഞ് ഐ തിങ്ക് ഡോളേഴ്സിലായിരിക്കണം. 66,900 ആണ് ഈ ഒരു ഫസ്റ്റ് എൻട്രിയുടെ വാല്യൂ വന്നിരിക്കുന്നത്. അതിന് ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ലൊക്കേഷൻ, GPS കോർഡിനേറ്റ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സും ലേബലും, അതായത് നമ്മുടെ ടാർഗറ്റും ഫീച്ചേഴ്സും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹൗസിൻ്റെ മീഡിയൻ ഹൗസ് വാല്യൂ ആണ്. സോ അതാണ് എൻ്റെ Y ആയിട്ട് വരുന്നത്. X ആയിട്ട് വരുന്നത് അതൊഴികെ ബാക്കിയുള്ള എല്ലാ കോളംസുമാണ്.
അപ്പം ട്രെയിൻ ഡേറ്റയും ടെസ്റ്റ് ഡേറ്റയും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വൈ ട്രെയിനും എക്സ് ട്രെയിനും വൈ ടെസ്റ്റും എക്സ് ടെസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ സിംപ്ലി ട്രെയിൻ ഡേറ്റ ഫ്രെയിമിൽ നിന്ന് മീഡിയൻ ഹൗസ് വാല്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വൈ ട്രെയിൻ കിട്ടും. അതുപോലെ തന്നെ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ച് ആ കോളം മാത്രം ഡ്രോപ്പ് ചെയ്ത് ബാക്കിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ് ട്രെയിൻ വാല്യൂസ് കിട്ടും. സെയിം ഓപ്പറേഷൻ ഞാൻ ടെസ്റ്റ് ഡേറ്റയ്ക്കും ചെയ്യുന്നു. ടെസ്റ്റ് ഡേറ്റയിൽ നിന്ന് മീഡിയൻ ഹൗസ് വാല്യൂ വരുന്ന കോളം മാത്രം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വൈ ടെസ്റ്റ് വാല്യൂ കിട്ടും, കോളം കിട്ടും. മീഡിയൻ ഹൗസ് വാല്യൂ ഒഴിവാക്കി ബാക്കി ട്രെയിൻ ഡി എഫിൽ യെസ് ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ടെസ്റ്റ് ഡി എഫ്. ഓക്കെ, സോ നൗ ഇറ്റ്സ് കറക്റ്റ്. ട്രെയിൻ ഡേറ്റ ഫ്രെയിമിൽ നിന്ന് മീഡിയൻ ഹൗസ് വാല്യൂ വൈ ട്രെയിൻ ആയിട്ടും അതൊഴികെ ബാക്കിയുള്ളതെല്ലാം എക്സ് ട്രെയിൻ ആയിട്ടും, ടെസ്റ്റ് ഡേറ്റ ഫ്രെയിമിൽ നിന്ന് മീഡിയൻ ഹൗസ് വാല്യൂ വൈ ടെസ്റ്റ് ആയിട്ടും അതൊഴികെ ബാക്കിയുള്ളതെല്ലാം എക്സ് ടെസ്റ്റ് ആയിട്ടും എടുത്തിരിക്കുകയാണ്. സോ ഇതിനെപ്പറ്റി, അതായത് പാൻഡാസിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പാൻഡാസിൻ്റെ മുന്നത്തെ വീഡിയോസ് റെഫർ ചെയ്യുക. ഇനി നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ആയിട്ട് കേരാസ് ലൈബ്രറി വെച്ച് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സീക്വൻഷ്യൽ API വെച്ച് ബിൽഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ടെൻസർഫ്ലോ ഡോട്ട് കേരാസ് ഡോട്ട് മോഡൽസിൽ നിന്ന് സീക്വൻഷ്യൽ API ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെയേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ലെയറിന് വേണ്ടി ഇൻപുട്ട് എന്ന് പറയുന്ന ലെയറും അത് ടെൻസർഫ്ലോ ഡോട്ട് കേരാസ് ഡോട്ട് ലെയേഴ്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നാണ് എടുക്കുന്നത്. ഡെൻസ് എന്ന് പറയുന്ന അതും നോർമൽ ന്യൂറോൺസിന് വേണ്ടിയിട്ട് അതും ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിലെ കോളംസ് ഒന്ന് സ്കെയിൽ ചെയ്ത് നല്ലതാണ്. കാരണം ഡിഫറെൻറ്റ് കോളംസ് ഡിഫറെൻറ്റ് റേഞ്ചിലാണ്. ചിലത് ഇൻ ടേംസ് ഓഫ് ഹൺഡ്രഡ്സിലും, ചിലത് ഇൻ തൗസൻഡ്സിലും, ചിലത് ഇൻ ലൈക്ക് വെരി നമ്പേഴ്സുമാണ് വരുന്നത്. സോ അതൊന്ന് സ്കെയിൽ ചെയ്യാനായിട്ട് ഞാനൊരു സ്റ്റാൻഡേർഡ് സ്കെയിലർ കൂടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിതിൻ്റെ എക്സ്ട്രെയിൻ വാല്യൂസിനെയും എക്സ് ടെസ്റ്റ് വാല്യൂസിനെയും ഞാനിവിടെ സ്കെയിൽ ചെയ്യുവാണ്. അതിനായിട്ട് ഞാൻ സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്ട്രെയിനിൽ ഞാൻ ഫിറ്റ് ഫംഗ്ഷൻ വിളിച്ച് ആ ഒരു സ്കെയിലിംഗ് ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്ട്രെയിനെയും എക്സെസ്റ്റിനെയും രണ്ടിനെയും ട്രാൻസ്ഫോം ചെയ്യുന്നു, അതായത് സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എക്സ്ട്രെയിൻ STDയും എക്സ് ടെസ്റ്റ് STDയും രണ്ട് ഡിഫറെൻറ്റ് ഡാറ്റ ഫ്രെയിംസ് അല്ലെങ്കിൽ അറേസ് ആണ് കിട്ടുന്നത്. എക്സ്ട്രെയിനെ ട്രാൻസ്ഫോം ചെയ്ത് എക്സ്ട്രെയിൻ സ്റ്റാൻഡേർഡ് സ്കെയിൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ എക്സ് ടെസ്റ്റിനെ സ്കെയിൽ ചെയ്ത് എക്സ് ടെസ്റ്റ് സ്റ്റാൻഡേർഡ് സ്കെയിൽഡ് ഔട്ട്പുട്ടും രണ്ട് സെപ്പറേറ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ സെല്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ സെല്ല് റൺ ചെയ്യുക. ഓക്കെ, സോ സ്കെയിൽ ചെയ്ത് ഇപ്പോൾ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീക്വൻഷ്യൽ API വിളിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഒരു MD ന്യൂറൽ നെറ്റ്വർക്ക് ഒബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. ഞാനതിന് DNN റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്ന പേരാണ് കൊടുക്കുന്നത്. DNN റിഗ്രഷൻ മോഡൽ ഈക്വൽ ടു സീക്വൻഷ്യൽ. അതിനുശേഷം എനിക്ക് ഇൻപുട്ട് ലെയർ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് ലെയറിൽ നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് ഡേറ്റയുടെ ഫീച്ചേഴ്സിൻ്റെ എണ്ണമാണ്. സോ ഇൻപുട്ട് ഡേറ്റയുടെ ഫീച്ചേഴ്സിൻ്റെ എണ്ണം ഇവിടെ 9 ആണ്. അത് നമുക്ക് എക്സ്ട്രെയിൻ എടുത്താലും അല്ലെങ്കിൽ എക്സ് ടെസ്റ്റ് എടുത്താലും അതിൻ്റെ ഡോട്ട് ഷേപ്പ് വിളിച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് പാരാമീറ്റർ ഇവിടെ ഡോട്ട് ഷേപ്പ് സെക്കൻഡ് പാരാമീറ്ററായിട്ട് 9 കിട്ടുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആ വാല്യൂ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് ഓഫ് 1 കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഷേപ്പ് ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് അതിലോട്ട് ആഡ് ആയിക്കോളും. സോ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ലെയർ ആഡ് ചെയ്യുവാണ്. ഒരു നോർമൽ ഡെൻസ് ലെയർ, എല്ലാം 5 ന്യൂറോൺസ് വീതം വരുന്ന ഒരു ഡെൻസ് ലെയർ, എല്ലാത്തിൻ്റെയും ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആണ്. സോ അതിനുശേഷം 10 ന്യൂറോൺസ് വരുന്ന അനദർ ലെയർ ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് ലെയർ ഔട്ട്പുട്ട് ലെയർ ആയിട്ട് ഡെൻസ് യൂണിറ്റ്. റിഗ്രഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഒരു ലെയർ മാത്രമേ ആവശ്യമുള്ളൂ. ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആയിരിക്കും. സോ ഇത്തരത്തിൽ എൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻപുട്ട് ലെയറിൽ 9 ഇൻപുട്ട് ന്യൂറോൺസ് അല്ലെങ്കിൽ ഇൻപുട്ട് നോട്ട്സ്, അതിനുശേഷം 5 ന്യൂറോൺസ് വരുന്ന ഫസ്റ്റ് ഹിഡൻ ലെയർ, ദെൻ 10 ന്യൂറോൺസ് വരുന്ന നെക്സ്റ്റ് ഹിഡൻ ലെയർ, ലാസ്റ്റ് 1 യൂണിറ്റ് വരുന്ന ഔട്ട്പുട്ട് ലെയർ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ നമുക്കതിൻ്റെ ഒപ്റ്റിമൈസർ, ലോസ് ഫംഗ്ഷൻ, പെർഫോമൻസ് മെട്രിക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം റിഗ്രഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ലോസ് മെട്രിക് മീൻ സ്ക്വയർ എറർ ആണ്. അതിന് ഒപ്റ്റിമൈസർ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ആഡം ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. റിഗ്രഷൻ പ്രോബ്ലം ആയതുകൊണ്ട് R2 സ്കോർ ആണ് ഞാനിതിൻ്റെ പെർഫോമൻസ് മെട്രിക് ആയിട്ട് ആഡ് ചെയ്യുന്നത്.
ഇപ്പോൾ മോഡൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ട്രെയിനിങ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റേജിലാണ് നടക്കുന്നത്. അവിടെ ഞാൻ എന്താണോ എൻ്റെ മോഡലിൻ്റെ പേര് ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ്റെ അകത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനവിടെ എക്സ് ട്രെയിൻ വാല്യൂസും വൈ ട്രെയിൻ വാല്യൂസും എക്സ് ടെസ്റ്റ് വാല്യൂസും അതിൻ്റെ കൊറസ്പോണ്ടിങ് വൈ ടെസ്റ്റ് വാല്യൂസും പറഞ്ഞു കൊടുക്കണം, വാലിഡേഷൻ ഡേറ്റ ആയിട്ടും ട്രെയിൻ ഡേറ്റ ആയിട്ടും. സോ ഞാനിവിടെ സ്കെയിൽഡ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ബെറ്റർ പെർഫോമൻസ്. സോ ഇവിടെ അത് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ എത്ര ഐട്രേഷൻ ചെയ്യണം എന്നുള്ളത് ഞാനൊരു 100 ഇപ്പോക്സ് കൊടുക്കുവാണ്. സോ ഈ ഒരു ഇതിനെ ഞാൻ ഈ പറയുന്ന ഓരോ ഐട്രേഷനിലും സംഭവിക്കുന്ന കാര്യങ്ങൾ വാല്യൂസ് ഒരു വേരിയബിളിൽ സ്റ്റോർഡ് ആവാനായിട്ട് ഞാനതിനെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് അസൈൻ ചെയ്യുവാണ്. സോ ദാറ്റ് എനിക്കത് പിന്നീട് പ്ലോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിത് ജസ്റ്റ് റൺ ചെയ്യുവാണ്. ഞാനിത് GPU ടേൺ ഓൺ ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് സമയം കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് GPU ടേൺ ഓൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ എഡിറ്റ് നോട്ട്ബുക്ക് സെറ്റിങ്സിൽ പോയിട്ട് CPU ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക. അത് T4 GPU അല്ലെങ്കിൽ മറ്റ് ഏതാണോ അവൈലബിൾ GPU അതിലോട്ട് മാറ്റി കൊടുത്താൽ മതിയാകും. ഓക്കെ, സോ റൈറ്റ് നൗ ഈ മോഡൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഓരോ ഇപ്പോക്കിലും ഇതിൻ്റെ ലോസ് എങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ, ബാക്ക്വേഡ് ബാക്ക് പ്രൊപ്പഗേഷൻ, വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് സ്ലൈറ്റ്ലി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ R2 സ്കോർ പതിയെ പതിയെ ഇമ്പ്രൂവ് ആയി വരുന്നു. R2 സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. സോ വാലിഡേഷൻ ലോസ് കുറഞ്ഞു വരുന്നതായിട്ടും R2 സ്കോർ ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോക്സ് 100 വരെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മോഡൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ് നടക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോസ് കുറയുകയും നമ്മുടെ പെർഫോമൻസ് മെട്രിക് R2 സ്കോർ ആണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ടും നോട്ടീസബിൾ കാണാൻ പറ്റും. സോ ഈ ഓരോ ഐട്രേഷനിലും ഉള്ള ലോസ്, അതായത് ട്രെയിനിങ് ലോസ്, ടെസ്റ്റ് ലോസ്, ട്രെയിനിങ് ഡേറ്റയിലുള്ള R2 സ്കോർ, ടെസ്റ്റ് ഡേറ്റയിലുള്ള R2 സ്കോർ എല്ലാം സ്റ്റോർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഹിസ്റ്ററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് പ്ലോട്ടിംഗ് ഫംഗ്ഷനാലിറ്റിയാണ് ഇവിടെ ഞാൻ നെക്സ്റ്റ് ലൈനിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ നോട്ട്ബുക്ക് റണ്ണിങ്ങിലാണ്. ഇവിടെ ഞാനൊരു 4x4 ഫിഗർ സൈസ് കൊടുത്ത് ട്രെയിനിങ് ലോസും ടെസ്റ്റ് ലോസും പ്ലോട്ട് ചെയ്യുവാണ് വിത്ത് നെസസറി ലേബൽസ് ആൻഡ് ടൈറ്റിൽസ് എക്സെട്ര. സോ ദാറ്റ് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഡീകേ ചെയ്ത് വരുന്ന ഒരു കർവായിരിക്കണം നമുക്ക് കാണുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ മൈനർ ഡിഫറൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മോഡൽ ട്രെയിൻ ആവുന്നുണ്ടോ ഇല്ലയോ, ഓവർ ഫിറ്റിംഗ് ആണോ അണ്ടർ ഫിറ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കർവ് നോക്കിയാണ് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് R2 സ്കോർ അറൗണ്ട് 0.5 വരെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് സം മോർ ടൈം. ഇവിടെ ഈ ഹിസ്റ്ററി പ്ലോട്ടിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മാറ്റ്പ്ലോട്ലിബ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിഗർ ഒബ്ജക്റ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഫിഗർ സൈസൊക്കെ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഹിസ്റ്ററിക്കകത്തുനിന്ന് ലോസ്, ട്രെയിനിങ് ലോസ്, എനിക്ക് ലോസ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന പ്രിൻറ്റ് മെസ്സേജസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും, ലോസ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ വാലിഡേഷൻ ലോസ് സെപ്പറേറ്റ്ലി, വാലിഡേഷൻ ലോസ് എന്ന് പറഞ്ഞൊരു പേരിൽ നമുക്ക് ഇതിൽ സ്റ്റോർഡ് ആവുന്നുണ്ട്. സോ അത് രണ്ടുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ലോസ് പ്ലോട്ട് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് R2 സ്കോറോ ആക്യുറസി വാട്ടെവർ, അത് ട്രെയിനിങ് ആക്യുറസിയും വാലിഡേഷൻ ആക്യുറസിയും രണ്ടും പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് മോഡലിൻ്റെ എഫിഷ്യൻസി, മോഡൽ പ്രോപ്പറായിട്ട് ലേൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ലോസ് പ്ലോട്ട് ചെയ്തിട്ടാണ്, ട്രെയിൻ ലോസ് ആൻഡ് വാലിഡേഷൻ ലോസ് പ്ലോട്ട് ചെയ്തിട്ടാണ് മോഡൽ ട്രെയിൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ കൊടുത്ത ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ കുറച്ച് 5 ന്യൂറോൺ ഇൻ്റർമീഡിയറ്റ്, 2 ഹിഡൻ ലെയേഴ്സും ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറുമാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ മോഡലിൻ്റെ ഈ ഒരു പാറ്റേൺ ലേൺ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ലേണിംഗ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു, നമുക്കതിൻ്റെ ലെയേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു സിമ്പിൾ സ്ട്രക്ചർ കൊടുത്ത ശേഷം ഇതുപോലെ നോക്കും എങ്ങനെയാണ് ആ ലേണിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിലോട്ടും ഇതിലോട്ടും പോകുന്നത്. സോ ഇത് ബൈ എക്സ്പീരിയൻസ് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും.
സോ മീൻ വൈൽ യെസ്, ഈ കർവ് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഈ ട്രെയിൻ ചെയ്ത മോഡൽ സേവ് ചെയ്യാനായിട്ട്, അതായത് വീണ്ടും റീട്രെയിൻ ചെയ്യാതെ തന്നെ ഈ മോഡൽ സേവ് ചെയ്യാനായിട്ട് എനിക്ക് ഡോട്ട് സേവ് ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യാം. ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഫയലായിട്ട് തന്നെ ഇതിനെ സേവ് ചെയ്യാം. സോ ഈ സെല്ല് റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ വർക്ക് സ്പേസിൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന ഈ ഒരു പേര്, അതായത് ഹൗസ് പ്രൈസ് മോഡൽ ഡോട്ട് കെറാസ്, അതുപോലെ ഒരു പേരിൽ ഫയൽ സേവ് ആവും. അപ്പോൾ ഓൾറെഡി ഞാൻ വൺസ് ഇത് റൺ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓൾറെഡി ആ ഫയൽ അവിടെ ഉണ്ട്. സോ ബട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫയൽ ഉണ്ടാവില്ല. ഈ സെല്ല് റൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ ഫയൽ ക്രിയേറ്റ് ആവുന്നത്. സോ ലാസ്റ്റ് സെല്ലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു സാമ്പിൾ ടെസ്റ്റ് ഡേറ്റയിൽ നിന്ന് ഒരു സാമ്പിൾ ഡേറ്റ എടുത്ത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ ഇൻഡെക്സ്, ഏതെങ്കിലും ഒരു ഇൻഡെക്സ് പൊസിഷനിൽ ഒരു വാല്യൂ എടുക്കാനായിട്ട് ഞാനിവിടെ ടെസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ആ വാല്യൂവിനെ പിക്ക് ചെയ്ത് അതിനെ ഒരു 2D നമ്പേ അറേയാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ ഡോട്ട് റീഷേപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഇൻഡെക്സ് പൊസിഷന് കോറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ലേബൽ വാല്യൂ വൈ ടെസ്റ്റിൽ നിന്ന് എടുക്കുന്നു. അത് സാമ്പിൾ ഇൻപുട്ടിലും സാമ്പിൾ ഔട്ട്പുട്ടിലും, സാമ്പിൾ ഇൻപുട്ടിൽ നമ്മുടെ ഇൻപുട്ടും സാമ്പിൾ ഔട്ട്പുട്ടിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും നമുക്കുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മോഡലിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന സാമ്പിൾ ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡൽ തരുന്ന പ്രഡിക്ഷൻ നമുക്ക് ടെസ്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതും 2D അറേ ആണ്. അതിനെ സ്പെസിഫൈ ചെയ്ത വാല്യൂ മാത്രം എടുക്കാനായിട്ടാണ് ഞാനിവിടെ ഇൻഡെക്സിങ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഈ ടെസ്റ്റ് ഔട്ട്പുട്ടും സാമ്പിൾ ഔട്ട്പുട്ടും പ്രിൻറ്റ് ചെയ്ത് നോക്കിയാണ്. അത് ഒരുപോലെ വരണം, വലിയ ഡിഫറൻസ് ഇല്ലാതെ വരണം. സോ ദാറ്റ് നമ്മുടെ മോഡലിന് ആ ഒരു പ്രഡിക്ഷൻ പാർട്ട് തെറ്റില്ലാതെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനുള്ള പ്രൂഫാണ്. അപ്പോൾ അത്രയാണ് റിമൈനിങ് കോഡ്സ്. നമ്മുടെ കോഡ് സ്റ്റിൽ ഇറ്റ്സ് റണ്ണിങ്. സോ നമുക്ക് ആ കുറച്ച് ഈ പോക്സും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഐ തിങ്ക് R2 സ്കോർ ഒരു 0.65 ആ റേഞ്ചിലൊക്കെ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഫർദർ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. സോ മേ ബി നമ്മൾ കുറച്ചും കൂടെ ലേയേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോ റൈറ്റ് നൗ ഞാൻ ജസ്റ്റ് ഈ ഒരു ആർക്കിടെക്ചറിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, ആ സെൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ പ്ലോട്ടിംഗ് നോക്കാം. സോ ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, മോഡൽ ഓവർഫിറ്റ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ട്രെയിനിങ് ലോസും വാലിഡേഷൻ ലോസും രണ്ടും കുറഞ്ഞു തന്നെ വരുന്നുണ്ട്. ബട്ട് നമ്മുടെ R2 സ്കോർ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു. അത് കൂടുതൽ ലേയേഴ്സ് ആഡ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റൂ. സോ റൈറ്റ് നൗ എന്തായാലും സീംസ് ഫൈൻ. വിത്ത് സം എറേഴ്സ് ഇത് മോഡലിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ അഗെയിൻ ഇതൊന്ന് റൺ ചെയ്തു. ആ സേവ്ഡ് മോഡൽ വാല്യൂസ്, വെയിറ്റ് ആൻഡ് മോഡൽ സ്ട്രക്ചേഴ്സ് അതെല്ലാം കൂടെ ഒരു ഫയലായിട്ട് സേവ് ആയി. അതിനുശേഷം നമുക്ക് സാമ്പിൾ ഇൻപുട്ട് ആൻഡ് സാമ്പിൾ ഔട്ട്പുട്ട് ടെസ്റ്റ് ഔട്ട്പുട്ട് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 11th പൊസിഷനിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ മോഡൽ പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഹൗസിൻ്റെ പ്രഡിക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 114K ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, സോ ടെസ്റ്റ് ഔട്ട്പുട്ട് മോഡൽ പറയുന്നത് 114K വാല്യൂ, ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 58K വാല്യൂ ആണ്. സോ ദർ ഇസ് സം ഡിഫറൻസ്. സോ 0.6 R2 സ്കോർ എന്ന് പറയുന്നത് ഒരു നല്ല വാല്യൂ അല്ല. കുറച്ചും കൂടെ ഒരു 0.9, 0.8, 0.9 ഒക്കെയാണ് നല്ലത്. നമുക്ക് മറ്റൊരു ഇൻഡെക്സിന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 77K വരുന്നിടത്ത് 67K ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് R2 സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ലെയർ കൂടെ ആഡ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. സോ ഈസിയാണ് നമുക്ക് ഇതിലോട്ടൊരു അഡീഷണൽ ലെയർ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഹിഡൻ ലെയറിൽ 5 യൂണിറ്റ്സും സെക്കൻഡ് ഹിഡൻ ലെയറിൽ 10 യൂണിറ്റ്സുമാണ്. ഞാനൊരു തേർഡ് ഹിഡൻ ലെയർ കൂടെ ആഡ് ചെയ്യുവാണ്, 1 മോർ കോംപ്ലക്സിറ്റി 20 യൂണിറ്റ്സ് വരുന്നത്. സോ അതിനുശേഷം മോഡൽ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ഫിറ്റിംഗ് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. യെസ്, നൗ R2 സ്കോർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. 0.4.
ഈ ബോക്സ് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, ആർഡു സ്കോർ സ്റ്റിൽ ക്ലൈംബിംഗ് അപ്പാണ്. 0.67. സോ നോട്ട്ബുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ അല്പസമയത്തേക്ക് പോസ് ചെയ്യുവാണ്. സോ ദാറ്റ് വി വിൽ സേവ് കുറച്ച് സമയം സേവ് ചെയ്യും. സോ ഒരു അഡീഷണൽ ലെയർ ആഡ് ചെയ്തപ്പോൾ ഒരല്പം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ട്. ആർ ടു സ്കോറിൽ 0.6834 വരെ എത്തിയിട്ടുണ്ട്. സോ വാലിഡേഷൻ സ്കോർ ആർ ടു സ്കോർ 0.66 വരെയാണ്. മേ ബി നമുക്ക് 1-2 തവണയൊക്കെ ചിലപ്പം റീസ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യേണ്ടി വരും. സെയിം ഫണ്ടിൽ ആവണമെന്നില്ല. യെസ്, സോ ഇപ്പോൾ ഇവിടെ 70,067 കുറച്ചും കൂടെ അടുത്തോട്ട് ആ പ്രൊഡിക്ഷൻ ഡിഫറൻസ് കുറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 11th പൊസിഷനിൽ എടുക്കുമ്പോൾ 95Kയും 58Kയും, 15th പൊസിഷനിൽ 16Kയും 15Kയും. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലോസർ. സോ ഈ രീതിയിലായിരിക്കും നമ്മളൊരു ഡീപ്പ് ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ കേരാസ് ലൈബ്രറിയിൽ ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സും മോഡൽ ബിൽഡ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതുമാണ് കാണിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ മോഡൽ എങ്ങനെ കേരാസ് ലൈബ്രറിയിൽ ചെയ്യാമെന്നുള്ളത് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.